കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി വരും. അതൊരു ലീഗൽ ഒപ്പീനിയൻ എടുത്തിരിക്കുക. നടിയെ ആക്രമിച്ച കേസിൽ അതിജീവിതയ്ക്ക് നീതി കിട്ടില്ലെന്ന പക്ഷത്താണ് നടിയും ഡബ്ബിംഗ് ആർട്ടിസ്റ്റുമായ ഭാഗ്യലക്ഷ്മി. പണമെറിഞ്ഞ് നിയമത്തെ സ്വാധീനിച്ച് ദിലീപ് കേസിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്നാണ് നിരന്തരമായി ഭാഗ്യലക്ഷ്മി ആവർത്തിക്കുന്നത്. മാത്രമല്ല, കേസിൽ ദിലീപ് കുറ്റവിമുക്തനാണെന്ന് കോടതി വിധിച്ച് വൈകാതെ തന്നെ മോഹൻലാൽ ദിലീപ് ചിത്രത്തിന്റെ പോസ്റ്റർ സ്വന്തം സോഷ്യൽ മീഡിയ പേജിലൂടെ റിലീസ് ചെയ്തതിനെയും ഭാഗ്യലക്ഷ്മി വിമർശിച്ചിരുന്നു. വിധി വന്ന അന്ന് തന്നെയല്ലേ നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന മോഹൻലാൽ ആ സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തത്? താൻ എന്താണ് ചെയ്യുന്നതെന്ന് അദ്ദേഹം ഒരു നിമിഷം പോലും ചിന്തിച്ചില്ലല്ലോ. അവന് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു, അവൾക്ക് വേണ്ടിയും ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടു. മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് ഭാഗ്യലക്ഷ്മി പറഞ്ഞത് വലിയ ചർച്ചയായിരുന്നു. ഇതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പേർ എത്തി. ഇതിനിടെ നടൻ ബൈജു സന്തോഷ് ഭാഗ്യലക്ഷ്മിയുടെ ഒരു പോസ്റ്റിന് താഴെയിട്ട കമന്റും വൈറലായിരുന്നു. ശ്രീ മോഹൻലാലിനെ പോലെ ഉത്തരവാദിത്തമുള്ള മുതിർന്ന നടൻ ഇങ്ങനെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് നിരവധി പേർ രംഗത്ത് വന്നു. ഇതോടെ മൗനം വെടിഞ്ഞ് പ്രതികരിച്ചു വന്നിരിക്കുകയാണ് മോഹൻലാലിന്റെ പക്ഷം. അതിനെ കേവലം ഒരു ദിലീപ് സിനിമയായി മാത്രം കാണരുത്. ലാലേട്ടൻ പ്രധാന വേഷത്തിലെത്തുന്ന സിനിമ കൂടിയാണിത്. അദ്ദേഹം കാശ് വാങ്ങി തന്നെയാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നതും. അതുകൊണ്ട് തന്നെ സിനിമയുടെ പോസ്റ്റർ പങ്കുവയ്ക്കുന്നതും പ്രമോഷന്റെ ഭാഗമാകുന്നതുമെല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ലീഗൽ ആക്ഷൻ പോലും ഉണ്ടായേക്കാം. അദ്ദേഹം തന്റെ ജോലി മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ഇങ്ങനെ വൈകാരികമായി കാണണ്ട എന്ന് പറഞ്ഞാണ് മോഹൻലാലിനെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ പക്ഷം എത്തുന്നത്.